വെൽക്കം ബാക്ക്. നമ്മൾ എടുക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ 9ാം ക്ലാസ്സിലെ പാർട്ട് 2 ആണ്. ഏതൊക്കെയാണ് പാർട്ട് 2ലെ ചാപ്റ്റേഴ്സ് എന്ന് നോക്കാം. ആകെ 3 ചാപ്റ്റേഴ്സാണുള്ളത് പാർട്ട് 2ൽ. പക്ഷേ ഒരുപാട് ലെങ്ത് ഉള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. 5ാമത്തെ ചാപ്റ്റർ ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ. 6 അലോഹങ്ങൾ. 7 കാർബണിൻ്റെ ലോകം. ഇന്നെടുക്കാൻ പോകുന്നത് 5ാമത്തെ ചാപ്റ്റർ ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ. ആസിഡുകളുടെ പൊതു സവിശേഷതകളാണ് പുളിരുചി, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാക്കുന്നു, മഗ്നീഷ്യം, സിങ്ക് തുടങ്ങിയ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമാക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ആസിഡുകളുടെ പൊതു സവിശേഷതകൾ. ഇനി ബേസിൻ്റെ പൊതു സവിശേഷതകൾ. കാരരുചി ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു, വഴുവഴുപ്പ് ഉണ്ട്. ഇതൊക്കെയാണ് ബേസിൻ്റെ പൊതു സവിശേഷതകൾ. ഇനി ആസിഡുകളുടെ പേരും രാസസൂത്രവും പറയാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl, നൈട്രിക് ആസിഡ് HNO3, കാർബോണിക് ആസിഡ് H2CO3, സൾഫ്യൂരിക് ആസിഡ് H2SO4. ആസിഡുകളുടെ പൊതു ഗുണങ്ങൾക്ക് കാരണം H+ അയോണുകളുടെ സാന്നിധ്യമാണ്. ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. H+ അയോണുകൾക്ക് സ്ഥിരത ഇല്ലാത്തതിനാൽ അവ H2O തന്മാത്രകളുമായി കൂടിച്ചേർന്ന് ഹൈഡ്രോണിയം അയോൺ അഥവാ H3O ഉണ്ടാകുന്നു. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പുളിരുചിയുള്ള പ്രകൃതിദത്ത വസ്തുക്കളിൽ ചെറിയ അളവിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഓർഗാനിക് ആസിഡ്. ഓർഗാനിക് ആസിഡിന് ഉദാഹരണങ്ങളാണ് നാരങ്ങാനീര് അല്ലെങ്കിൽ സിട്രിക് ആസിഡ്, മോര് ലാക്റ്റിക് ആസിഡ്, പുളി ടാർട്ടാറിക് ആസിഡ്, വിനാഗിരി അസറ്റിക് ആസിഡ്. ശക്തിയേറിയ മിനറൽ ആസിഡുകൾക്ക് ഉദാഹരണങ്ങളാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്. ഇനി ആസിഡുകളുടെ ബേസികത. ഒരു ആസിഡ് തന്മാത്രക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ബേസികത. ബേസികത 1 ആണെങ്കിൽ അതിനെ ഏകബേസിക അഥവാ മോണോബേസിക് ആസിഡ് എന്ന് പറയുന്നു. ഉദാഹരണം HCl, HNO3. ബേസികത 2 ആണെങ്കിൽ അതിനെ ദ്വിബേസിക ആസിഡ് എന്ന് പറയുന്നു. H2SO4, H2CO3. ബേസികത 3 ആണെങ്കിൽ അതിനെ ത്രിബേസിക ആസിഡ് എന്നാണ് പറയുന്നത്. H3PO4 ആണ് അതിന് ഉദാഹരണം. ജലം കാർബൺ ഡൈ ഓക്സൈഡുമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സംയുക്തമാണ് കാർബോണിക് ആസിഡ് അഥവാ സോഡ വാട്ടർ. സൾഫർ ഡയോക്സൈഡ് വാതകം ജലത്തിൽ ലയിച്ചുണ്ടാകുന്ന പദാർത്ഥമാണ് H2SO3 അഥവാ സൾഫ്യൂറസ് ആസിഡ്. അലോഹ ഓക്സൈഡുകൾക്ക് ഉദാഹരണമാണ് CO2, NO2, SO2. അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ചു ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ ആസിഡ് ഗുണങ്ങൾ കാണിക്കുന്നു. ഇനി അമ്ലമഴ. അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകങ്ങളാണ് NO2 അഥവാ നൈട്രജൻ ഓക്സൈഡ്, SO2 അഥവാ സൾഫർ ഡൈ ഓക്സൈഡ്. അമ്ലമഴ കൊണ്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. ഇലകളെ നശിപ്പിക്കുന്നത് കാരണം പ്രകാശ സംശ്ലേഷണത്തിലൂടെ അന്നജം നിർമ്മിക്കാനുള്ള കഴിവ് സസ്യങ്ങൾക്ക് ഇല്ലാതെയാകുന്നു. കഠിനമായ അമ്ലമഴ ഒരു ഭൂപ്രദേശത്തെ ഹരിതാഭമല്ലാതാക്കുന്നു. ജലത്തിന് അമ്ലഗുണം ഉണ്ടാകുന്നതിനാൽ മത്സ്യങ്ങളുടെയും പവിഴപ്പുറ്റുകളുടെയും നാശത്തിന് കാരണമാകുന്നു. ഇനി ആൽക്കലികൾ. നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ട് വായിച്ചിരിക്കണം. ആൽക്കലികൾ. കാൽസ്യം ഓക്സൈഡ് ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ലോഹ ഓക്സൈഡുകൾക്ക് ഉദാഹരണം MgO, CaO, K2O. ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവം കാണിക്കുന്നു. ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ. ആൽക്കലിയിൽ അടങ്ങിയിരിക്കുന്ന പൊതുഘടകം OH ആണ്. ഇനി ആൽക്കലികളുടെ രാസനാമവും രാസസൂത്രവും. സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH2, അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH. ജലീയ ലായനിയിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. ബേസുകളും ആൽക്കലികളും. എല്ലാ ബേസുകളും ആൽക്കലികളല്ല.
ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ. ഉദാഹരണം NaOH, KOH. അലുമിനിയം ഹൈഡ്രോക്സൈഡും CuOH2 എന്നിവ ബേസുകളാണെങ്കിലും ജലത്തിൽ ലയിക്കാത്തതിനാൽ അവയെ ആൽക്കലികളായിട്ട് കണക്കാക്കുന്നില്ല. ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവം കാണിക്കുന്ന ലോഹ ഓക്സൈഡുകൾ അറിയപ്പെടുന്നത് ആംഫോററ്റിക് ഓക്സൈഡുകൾ എന്നതാണ്. അതിന് ഉദാഹരണങ്ങളാണ് Al2O3, സിങ്ക് ഓക്സൈഡ്. ആംഫോററ്റിക് ഓക്സൈഡുകൾക്ക് ആസിഡുകളുമായും ബേസുകളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. സാധാരണ നാമം, രാസനാമം, രാസസൂത്രം. കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, മിൽക്ക് ഓഫ് ലൈം കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH2, കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH. ഇനി അറീനിയസ് സിദ്ധാന്തം. ആസിഡുകളെയും ബേസുകളെയും കുറിച്ചിട്ടുള്ള ശാസ്ത്രീയ സിദ്ധാന്തമായ അറീനിയസ് സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് സാൻഡെ അറീനിയസ്. അറീനിയസ് സിദ്ധാന്തപ്രകാരം ഏതൊരു ആസിഡും ബേസും ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയോണുകളായി വിഭജിക്കപ്പെടുന്നു. ജലീയ ലായനിയിൽ H+ അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആസിഡുകളെന്നും OH- അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ബേസുകളെന്നും അറീനിയസ് സിദ്ധാന്തം പ്രസ്താവിക്കുന്നു. അടുത്തത് നിർവിരീകരണ പ്രവർത്തനം അഥവാ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിച്ച് അവയുടെ ഗുണങ്ങൾ പരസ്പരം ഇല്ലാതെയാകുന്ന രാസപ്രവർത്തനമാണ് നിർവിരീകരണ പ്രവർത്തനം. ബേസിൽ ഫിനോഫ്തലീൻ്റെ നിറമാണ് പിങ്ക്. ആസിഡിൽ ഫിനോഫ്തലീൻ്റെ നിറമില്ല. നിർവിരീകരണ പ്രവർത്തനത്തിൽ ഗാഢത ഒരു പ്രധാന ഘടകമാണ്. ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രവർത്തനത്തെ സഹായിക്കുന്ന ആസിഡാണ് HCl. ആമാശയത്തിലെ അസിഡിറ്റി കുറയ്ക്കാനായി ഉപയോഗിക്കുന്ന ഔഷധമാണ് അൻറ്റാസിഡുകൾ. അൻറ്റാസിഡുകളിലെ ഘടകങ്ങളായിട്ടുള്ള പ്രധാന രാസപദാർത്ഥങ്ങളാണ് കാൽസ്യം കാർബണേറ്റ്, അലുമിനിയം കാർബണേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അസിഡിറ്റി കൂടിയ കൃഷിയിടങ്ങളിൽ അസിഡിറ്റി കുറയ്ക്കാനായി ചേർക്കുന്ന പദാർത്ഥമാണ് കുമ്മായം. മണ്ണിൽ ആൽക്കലി കൂടിയ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് അലുമിനിയം ഓക്സൈഡ്. ഇനി pH മൂല്യം. പദാർത്ഥങ്ങളുടെ ആസിഡ് ഓർ ബേസ് സ്വഭാവം കണ്ടുപിടിക്കുന്നതിനുള്ള ശാസ്ത്രീയ മാർഗമാണ് pH സ്കെയിൽ. pH സ്കെയിൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് സൊറൻസൻ ഡെൻമാർക്കിൽ നിന്ന്. ജലീയ ലായനിയിൽ H+ അയോണുകളുടെ ഗാഢത അടിസ്ഥാനമാക്കി പദാർത്ഥത്തിൻ്റെ ആസിഡ് ബേസ് സ്വഭാവങ്ങൾ പ്രസ്താവിക്കുന്ന രീതിയാണ് pH സ്കെയിൽ. pH സ്കെയിൽ പ്രകാരം നിർവീര്യ ലായനിയുടെ pH മൂല്യം 7. pH മൂല്യം 7-ൽ കൂടിയ ലായനികളുടെ സ്വഭാവമാണ് ബേസുകൾ. pH മൂല്യം 7-ൽ കുറഞ്ഞ ലായനികളുടെ സ്വഭാവം അസിഡിക്. വ്യത്യസ്ത ലായനികളുടെ pH മൂല്യം കണ്ടെത്തി താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് pH പേപ്പർ, pH ലായനി, pH മീറ്റർ. ശുദ്ധജലത്തിൽ pH പേപ്പറിൻ്റെ നിറമാറ്റമില്ല, നിർവീര്യ സ്വഭാവമാണ്. സോഡിയം ക്ലോറൈഡ് ലായനിയിൽ pH പേപ്പറിൻ്റെ നിറമാറ്റമില്ല, നിർവീര്യ സ്വഭാവം. അധിക വിളകൾക്കും യോജിച്ച മണ്ണിൻ്റെ pH 6.5 മുതൽ 7.2 വരെയാണ്. ക്യാരറ്റ്, കാബേജ് തുടങ്ങിയ വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH 7 മുതൽ 8 വരെ. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അഭികാമ്യമായ മണ്ണിൻ്റെ pH 5-നോട് അടുത്ത മൂല്യം. ജലീയ ലായനികളുടെ pH നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് pH മീറ്റർ. pH മീറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പ്രോബ് ലായനിയിൽ നിക്ഷേപിച്ചാണ് pH നിർണ്ണയിക്കുന്നത്. അടുത്തത് ലവണങ്ങൾ. നിർവിരീകരണ പ്രവർത്തന ഫലമായി ആസിഡും ആൽക്കലിയും പൂർണ്ണമായും പ്രവർത്തിച്ച് ലവണവും ജലവും ഉണ്ടാകുന്നു. ലവണങ്ങൾ പൊതുവെ അയോണീകരണ സംയുക്തങ്ങളാണ്. ലവണങ്ങൾ ഉരുക്കുകയോ ജലത്തിൽ ലയിക്കുകയോ ചെയ്യുമ്പോൾ പോസിറ്റീവ് അയോണായും നെഗറ്റീവ് അയോണായും വേർതിരിയുന്നു. പോസിറ്റീവ് അയോണിൻ്റെ പേരും അതിൻ്റെ പ്രതീകവും പറയാം. പൊട്ടാസ്യം അയോൺ K+, സിങ്ക് അയോൺ സിങ്ക് 2+, ഫെറസ് അയോൺ Fe2+, ഫെറിക് അയോൺ Fe3+, കുപ്രസ് അയോൺ Cu2+, അമോണിയം അയോൺ NH
4+, മാംഗനീസ് അയോൺ Mn2+. ഇനി നെഗറ്റീവ് അയോൺ ഹൈഡ്രോക്സൈഡ് അയോൺ OH-, കാർബണേറ്റ് അയോൺ CO3-, ബൈകാർബണേറ്റ് അയോൺ HCO3-, നൈട്രേറ്റ് അയോൺ NO3-, സൾഫേറ്റ് അയോൺ SO4-, ബൈസൾഫേറ്റ് അയോൺ HSO4-, ഫോസ്ഫറസ് അയോൺ PO4-, ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് അയോൺ H2PO4. ലവണങ്ങൾ ആസിഡ്, ആൽക്കലി. മഗ്നീഷ്യം ക്ലോറൈഡ് MgCl2 ആണ് അതിൻ്റെ രാസസൂത്രം. HCl ആസിഡ്, MgOH2 ആൽക്കലി. ദെൻ കാൽസ്യം സൾഫേറ്റ് CaSO4 ആണ്. ദെൻ H2SO4 ആസിഡ്, CaOH2 ആൽക്കലി. അതായത് എല്ലാത്തിനും ഓരോ ഉദാഹരണം പറയാണ്. ലവണങ്ങളാണ് മഗ്നീഷ്യം ക്ലോറൈഡ്, കാൽസ്യം സൾഫേറ്റ്, അലുമിനിയം സൾഫേറ്റ്, സോഡിയം നൈട്രേറ്റ്, പൊട്ടാസ്യം ഫോസ്ഫേറ്റ്. നെക്സ്റ്റ് രാസസൂത്രം MgCl2, CaSO4, Al2SO4 NaNO3, K3PO4. ഇനി ആസിഡ് HCl, H2SO4, HNO3, H3PO4. ആൽക്കലി MgOH2, CaOH2, AlOH3, NaOH, KOH. ലവണങ്ങൾ വൈദ്യുതപരമായി നിർവീര്യമാണ്. ലവണങ്ങളിലെ പോസിറ്റീവ് അയോണുകളുടെയും നെഗറ്റീവ് അയോണുകളുടെയും ചാർജുകളുടെ തുക 0 ആയിരിക്കും. ലവണങ്ങളുടെ രാസസൂത്രം എഴുതുന്ന വിധം. രാസസൂത്രം എഴുതുമ്പോൾ ആദ്യം പോസിറ്റീവ് അയോണിൻ്റെ പ്രതീകവും തുടർന്ന് നെഗറ്റീവ് അയോണിൻ്റെ പ്രതീകവും എഴുതണം. ഓരോ അയോണിൻ്റെയും ചാർജ് സൂചിപ്പിക്കുന്ന സംഖ്യകൾ പരസ്പരം മാറ്റി പദാങ്കമായി എഴുതുന്നു. പദാങ്കങ്ങൾ ലഘൂകരിച്ച് ഏറ്റവും ചെറിയ പൂർണ്ണസംഖ്യ അംശബന്ധത്തിൽ എഴുതുന്നു. ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. മഗ്നീഷ്യം അയോൺ കാർബൺ അയോണുമായി സംയോജിച്ചുണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം Mg2+, CO3-, അപ്പോൾ അത് Mg2CO3-2, then Mg2/2, CO3-2/2, then MgCO3. രാസവളമായിട്ട് ഉപയോഗിക്കുന്ന ലവണങ്ങളാണ് അമോണിയം സൾഫേറ്റ് NH4-2SO4, പൊട്ടാസ്യം ക്ലോറൈഡ് KCl, സോഡിയം നൈട്രേറ്റ് NaNO3. ഇനി കുറച്ച് ലവണങ്ങൾ, അവയുടെ രാസനാമം, അവയുടെ രാസസൂത്രം, അവരുടെ ഉപയോഗം. ഫസ്റ്റ് കറിയുപ്പ് സോഡിയം ക്ലോറൈഡ് NaCl, ശീത മിശ്രിത നിർമ്മാണം. ദെൻ ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡ് KCl, ഹൈപ്പോകലാമിയക്ക് എതിരെ ഔഷധമായിട്ട് KCl ഉപയോഗിക്കുന്നു. പിന്നെ കറിയുപ്പ് എന്തിനാണ് നമുക്കറിയാം, ഭക്ഷണത്തിന് രുചി കൂട്ടാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ തുരിശ് കോപ്പർ സൾഫേറ്റ് CuSO4 5H2O, കുമിൾനാശിനി ജലശുദ്ധീകരണം. നെക്സ്റ്റ് അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ് NaHCO3 അൻറ്റാസിഡായിട്ടും അഗ്നിശമനിയായിട്ടും ഉപയോഗിക്കുന്നു. ദെൻ അലക്കുകാരം സോഡിയം കാർബണേറ്റ് Na2CO3 10H2O, ഗ്ലാസ് നിർമ്മാണം, സോപ്പ് നിർമ്മാണം. അടുത്തത് ജിപ്സം കാൽസ്യം സൾഫേറ്റ് CaSO4 2H2O, സിമൻറ്റ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിർമ്മാണം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ മോക്ക് ടെസ്റ്റിലെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. അമ്ലമഴയ്ക്ക് കാരണമായ വാതകങ്ങൾ. 2. എല്ലാ ആസിഡുകളുടെയും പൊതുഘടകം എന്ത്? 3. ആസിഡുകൾ ജലത്തിൽ ലയിക്കുമ്പോൾ രൂപം കൊള്ളുന്ന അയോൺ ഏത്? 4. കാർഷിക വിളകൾക്ക് ആവശ്യമായ മണ്ണിൻ്റെ pH എത്ര? 5. ക്യാരറ്റ് കാബേജ് കൃഷിക്ക് ആവശ്യമായ മണ്ണിൻ്റെ pH. 6. കടൽ വെള്ളത്തിൻ്റെ pH. കടൽവെള്ളം. 7. കുടിവെള്ളത്തിൻ്റെ pH. കുടിവെള്ളം. 8. കോപ്പർ സൾഫേറ്റിൻ്റെ രാസസൂത്രം. 9. ഫെറിക് അയോണിൻ്റെ പ്രതീകം. 10.
pH സ്കെയിൽ ആവിഷ്കരിച്ചത് ആര്? pH സ്കെയിൽ ആവിഷ്കരിച്ചത് ആര്? 11. അയോണീകരണ സിദ്ധാന്തം കൊണ്ടുവന്നത് ആര്? അയോണീകരണ സിദ്ധാന്തം കൊണ്ടുവന്നത് ആര്? 12. ഫാദർ ഓഫ് സോഡ പോപ്പ് എന്നറിയപ്പെടുന്നത് ആര്? ഫാദർ ഓഫ് സോഡ പോപ്പ് എന്നറിയപ്പെടുന്നത് ആര്? അപ്പോൾ ഇത്രയാണ് 12 ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടുള്ളത്. നമുക്ക് നോക്കാം, ആൻസർ കീ നോക്കാം. 1. അമ്ലമഴയ്ക്ക് കാരണമായ വാതകങ്ങൾ SO2 NO2. SO2 NO2. 2. എല്ലാ ആസിഡുകളുടെയും പൊതുഘടകം ഹൈഡ്രജൻ. 3. ആസിഡുകൾ ജലത്തിൽ ലയിക്കുമ്പോൾ രൂപം കൊള്ളുന്നത് H3O+. H3O+ ആണ് അയോൺ. 4. കാർഷിക വിളകൾക്ക് ആവശ്യമായ മണ്ണിൻ്റെ pH 6.5 മുതൽ 7.2 വരെ. 6.5 മുതൽ 7.2. 5. ക്യാരറ്റ്, കാബേജ് കൃഷിക്ക് ആവശ്യമായ മണ്ണ് pH 7 മുതൽ 8 വരെ. 7 മുതൽ 8 വരെ. 6. കടൽവെള്ളം 8.5. 8.5. 7. കുടിവെള്ളം 6.5 മുതൽ 7.5 വരെ. 6.5 മുതൽ 7.5 വരെ. ദെൻ 8. കോപ്പർ സൾഫേറ്റ് CuSO4 5H2O. CuSO4 5H2O. 9. ഫെറിക് അയോൺ Fe3+. ഫെറിക് അയോണിൻ്റെ പ്രതീകമാണ് Fe3+. 10. സോറൻസൺ. pH സ്കെയിൽ ആവിഷ്കരിച്ചത് സോറൻസൺ. 11. അയോണീകരണ സിദ്ധാന്തം സാൻഡെ അറീനിയസ്. 12. ഫാദർ ഓഫ് സോഡ പോപ്പ് ജോസഫ് പ്രീസ്ലി. അപ്പോൾ ഇത്രയാണ് 5ാമത്തെ ചാപ്റ്ററായ ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ എന്നുള്ള ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിൻറ്സും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും. ഇനി നമുക്ക് എടുക്കാനുള്ളത് 6ാമത്തെ ചാപ്റ്ററാണ്. 6ാമത്തെ ചാപ്റ്ററാണ് അലോഹങ്ങൾ. അപ്പോൾ ഓക്കെ, 6ാമത്തെ ചാപ്റ്ററിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. സീ യു അഗെയിൻ.